നമ്മൾ ശനിദോഷം എല്ലാവരെയും അലട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ശനിദോഷത്തിന് പരിഹാരമായി നമ്മൾ ശനീശ്വര പൂജ നടത്താറുണ്ട്. ശനീശ്വര പൂജയും നീരാഞ്ജനം കേരളത്തിലെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. ശനീശ്വര പ്രതിഷ്ഠകളും ആഞ്ജനേയ പ്രതിഷ്ഠകളും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശാസ്താവിനെ ഭജിക്കുക, നീരാഞ്ജനം നടത്തുക, എള്ളുതിരി നടത്തുക, ശനിയാഴ്ച വ്രതം ആചരിക്കുക, ഇതൊക്കെയാണ് സാധാരണ ചെയ്തു വരുന്നത്. പക്ഷേ ആധികാരികമായിട്ട് ശാസ്താവിൻ്റെ ഒരു ജനനം വരെ പുരാണങ്ങളിലൊക്കെ പറയുന്നുള്ളൂ. ബാക്കി സംഗതികളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കറിയാം, പാലാഴി കടഞ്ഞപ്പോൾ അമൃതിന് അസുരന്മാർ തട്ടിക്കൊണ്ടു പോവുകയും അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടുകയും മോഹിനി വേഷത്തെ കണ്ട് ശിവൻ മോഹിക്കുകയും അതിലുണ്ടായ ഒരു കുട്ടി ജനിക്കുന്നു എന്ന് വരെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആധികാരികമല്ലാത്തത് കൊണ്ടും പൗരാണിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയും ഹനുമാനെ 3 ശനിയാഴ്ച പൂജിച്ചാൽ ശനി ബാധിക്കുകയില്ല എന്നാണ് ശനിക്ക് തന്നെ വരം കൊടുത്തിരിക്കുന്നത്. പല പ്രാവശ്യം അദ്ദേഹത്തെ ശനി പ്രാപിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വലയത്തെ ഭേദിച്ചുകൊണ്ട് അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആഞ്ജനേയന് മുക്തി നേടാൻ പറ്റി. അവസാനം തോറ്റുപോയ ശനി അദ്ദേഹത്തിന് തന്നെ വരം കൊടുക്കുകയാണ്. അമിതമായ ഗുരുഭക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ആരാധ്യനായ തൻ്റെ ശ്രീരാമ ഭഗവാനോടുള്ള അഭേദ്യമായ ഭക്തി കൊണ്ട്. നമുക്കറിയാമല്ലോ, അമിതമായ ഗുരുഭക്തി കൊണ്ട് ശിവൻ ശപിച്ചാൽ ഗുരു രക്ഷിക്കും, ഗുരു ശപിച്ചാൽ ആരും രക്ഷിക്കുകയില്ല എന്നാണല്ലോ ഗുരുഗീതയിൽ പറയുന്നത്. ഇതുപോലെയാണ് പതിവ്രതകളായ സ്ത്രീകളുടെ കാര്യം. ആണ് നാളെ നിൻ്റെ ഭർത്താവിൻ്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കുവാനിടയാകട്ടെ നാണിമാണ്ഡവ്യൻ എന്ന ഋഷീശ്വരൻ ശപിച്ചിട്ടും തൻ്റെ ഭാര്യയുടെ പാതിവ്രത്യം കൊണ്ട് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കാതെ പോയതും കഥയും നമുക്കറിയാം, അല്ലേ? അപ്പോൾ അത്രയും സത്യവതികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ കഠിനമായ തപോബലത്തിന് സമമായിരിക്കുന്ന ആണ് ഈ ആചാരപരമായിരിക്കുന്ന ബഹുമാനം കൊണ്ടുണ്ടാകുന്ന വ്രതങ്ങളും ആചാരങ്ങളുമൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ തമിഴ്നാട് ഏറിയയിലൊക്കെ പൊതുവെ കണ്ടുവരുന്നതാണ് ആഞ്ജനേയനെ ഭജിക്കുക. ആഞ്ജനേയൻ ബുദ്ധി കൊണ്ടാണ് ശനിയെ നേരിട്ടത്. ശനി ബാധിക്കുവാൻ വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാളെ വരൂ എന്ന് കയ്യിൽ എഴുതി കൊടുത്തു. നാളെ എന്നെ ബാധിച്ചോളൂ, ഇന്നിപ്പം ഉത്തമമായ സമയമല്ല. പിറ്റന്നാൾ വന്നപ്പോഴും കയ്യിൽ നാളെ എന്ന് ശനീശ്വരൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നാളെ നീളയായിപ്പോയി എന്നാണ്. സിദ്ധിയുടെയും ബുദ്ധിയുടെയും ആധികാരികത തൻ്റെ പത്നിമാരുടെ പേരാണല്ലോ സിദ്ധിയും ബുദ്ധിയും ഗണപതിയുടെ. അപ്പം ഈ സിദ്ധിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ശനീശ്വരൻ്റെ കയ്യിൽ ആ കുട്ടിത്തത്തോടുകൂടി തന്നെ, കുസൃതിയോടുകൂടി തന്നെ എന്ന് പറയാം, എഴുതി കൊടുത്തു. നാളെ അപ്പോൾ നോക്കിയാലും അത് നാളെ എന്ന് തന്നെ കണ്ടു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ആഞ്ജനേയന് അർച്ചന നടത്തുക, ഭജിക്കുകയൊക്കെ വളരെ പ്രാധാന്യമാണ്. തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളിലും ആന്ധ്രയുടെ ചില ഭാഗങ്ങളിലും കർണാടകത്തിലുമൊക്കെ. ഇവിടെ നമുക്ക് ആഞ്ജനേയനെ എന്താണ് ശനീശ്വരൻ വരം കൊടുത്തിരിക്കുന്നത്? അങ്ങയെ 3 ശനിയാഴ്ച അടുപ്പിച്ച് പൂജിക്കുന്നവരെ ഞാൻ ബാധിക്കുകയില്ല എന്നാണ് വരം കൊടുത്തത്. ഏത് ലോക്കിനും ഒരു പിൻകോഡ് കാണുമെന്ന് പറഞ്ഞതുപോലെ അതിനെ അഴിക്കാൻ പറ്റിയ ഒരു കോഡ് വേറെ കാണും. ആഞ്ജനേയനെ എന്തൊക്കെ ചെയ്താലും ആഞ്ജനേയൻ ശ്രദ്ധിക്കുക, ഹനുമാൻ സ്വാമി. കാരണം അദ്ദേഹം എപ്പോഴും തൻ്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ് ശ്രീരാം. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ മുഴുകി ധ്യാനത്തിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് എന്തു പറഞ്ഞാലും അദ്ദേഹം കേൾക്കുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരാളൊരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു ഭജന പാടുകയാണെങ്കിൽ അതിനിടയിൽ കയറി താളം തെറ്റിച്ച് ചൊല്ലിയാൽ അയാളുടെ പാട്ട് നിന്നു പോകും. അങ്ങനെയാണല്ലോ. പാട്ടിനെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ അവിടെ എപ്പോഴും ആഞ്ജനേയനെ ഭജിക്കാൻ ചെല്ലുമ്പോൾ ഒരേ രീതിയിൽ
ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിയിട്ട് താളം തെറ്റിച്ച് ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം താൻ ജപിച്ചുകൊണ്ടിരുന്ന ആ സംഗതിക്ക് താളം തെറ്റിക്കൊണ്ട് ഒരലാറം വെച്ചതെന്ന് പറഞ്ഞ പോലെ നമ്മൾ അതെ ആഞ്ജനേയൻ കണ്ണു തുറന്ന് നോക്കും. തൻ്റെ സ്വാമിയെ തന്നെ ഭജിക്കുന്നതുകൊണ്ട് അവിടെ ആഞ്ജനേയന് കോപവും വരത്തില്ല. അപ്പോഴാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ചെല്ലുവാനുള്ള മന്ത്രങ്ങൾ, പൂജയാണെങ്കിൽ അവിടെ ചെല്ലുവാനുള്ള മന്ത്രങ്ങൾ ചെല്ലുകയൊക്കെ ചെയ്യേണ്ടത്. അത് ഹരേ രാമ ചൊല്ലി അതിനെ 3 വിധത്തിലുള്ള താളത്തിൽ മാറ്റി മാറ്റി ഏറ്റക്കുറച്ചിലായിട്ട് ചൊല്ലിയതിന് ശേഷം മന്ത്രങ്ങൾ ഭഗവാനോട് പറയും. അപ്പോൾ ഭഗവാൻ കണ്ണു തുറക്കും. വീണ്ടും എന്താണ് ക്രമത്തിൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഈണത്തിൽ ചൊല്ലി അതിലേക്ക് തന്നെ ലയിപ്പിച്ചു വിടുക. അപ്പോൾ അദ്ദേഹം സമാധിസ്ഥനായി, ധ്യാനത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ആഞ്ജനേയന് കൊടുത്താലും ഹനുമാൻ സ്വാമിക്ക് കൊടുത്താലും അദ്ദേഹത്തിന് തൃപ്തിയാകത്തില്ല. അങ്ങനെയും കൂടിയുണ്ട്. അതിനകത്തൊരു തുളസിയിലയെങ്കിലും വേണം. അതതിൻ്റെ ഒരു പ്രത്യേകത. വനവാസകാലത്തിന് ശേഷം ആണെന്ന് തോന്നുന്നു ആഞ്ജനേയന് സീതാദേവി ഭക്ഷണം നേരം കൊടുത്തിട്ടും മതിയാകാതെ വരുന്നു. അപ്പോൾ സീതാദേവി തന്നെ കണ്ടുപിടിച്ചതാണ് അതിനകത്തൊരു തുളസിയില ഇടുക. കൃഷ്ണനും രാമനും എല്ലാം ദേവിയും എല്ലാം അതിലടങ്ങിയിട്ടുണ്ടല്ലോ. അതോടുകൂടിയാണ് ഭഗവാന് വയറ് നിറഞ്ഞ് തൃപ്തിയായി ഏമ്പക്കം വന്നത്. അപ്പോൾ എന്ത് കൊടുത്താലും ഭഗവാന് ഒരു തുളസിയില കൊടുത്തിരിക്കണം. അപ്പം വിളക്ക് വെച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് എള്ളുതിരി കത്തിച്ച് നമുക്ക് അതിന് ചുവട്ടിൽ വെക്കാം. മുഖത്തിനൊഴിഞ്ഞ് ഹരേ രാമ ചൊല്ലി ആഞ്ജനേയനും ശനീശ്വരനെയും പ്രാർത്ഥിച്ച് അതിന് വിളക്കിന് ചുവട്ടിൽ തന്നെ സമർപ്പിക്കാം. അപ്പോഴാ ശനിദോഷം നിശ്ചയമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അത് 12 ശനിയാഴ്ച 21 ശനിയാഴ്ചയൊക്കെ ചെയ്യാം. പിന്നെ വ്രതം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലയിടത്ത് വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുക, 2 നേരം കുളിക്കുക, ഇത് തന്നെ ചെയ്യുക. ശനിയാഴ്ച എന്ന് പറയുന്നത് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്നിടം വരെയാണ് ശനിയാഴ്ച. ഉദയാൽപരം എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ഉദയം മുതൽ ഉദയം വരെ. നോയമ്പെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമായ വ്രതങ്ങൾ എടുത്താലും മടങ്ങിപ്പോവും. കാരണം 3 ശനിയാഴ്ച കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും നല്ല മാറ്റമായി. വീണ്ടും 5 മാറും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 7ലേക്ക് നമ്മളെ കടത്തത്തില്ല. അത് നോയമ്പെടുത്ത് ഈ വ്രതം എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് 7 കഴിഞ്ഞാൽ പിന്നെ വളരെ മാറ്റം നമുക്കുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാകും. 7 കഴിഞ്ഞാൽ പിന്നെ 10ഉം 11ഉം 12ലേക്ക് കയറ്റുകയില്ല. പനിയോ അസുഖങ്ങളോ അലർജിയോ എന്ന് വേണ്ട ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ വെജിറ്റബിൾ അറിയാതെ കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ തുപ്പിക്കളയുക. അതിനുശേഷം നിങ്ങൾ നോയമ്പ് വീണ്ടും എടുക്കുക, അതിൻ്റെ അതേ കൂട്ടി തന്നെ എടുക്കുക. എന്നിട്ട് അന്നത്തെ നോയമ്പ് കണക്കിൽ കൂട്ടരുത്, എണ്ണത്തിൽപ്പെടുത്താതെ എടുത്തുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുക, 2 നേരം കുളിക്കുക, ഇങ്ങനെയാണ് നോയമ്പെടുക്കേണ്ടത്. ഒരിക്കൽ നിൽക്കണമെന്നില്ല. ഒരിക്കൽ നിൽക്കൽ അതീവ ദുഷ്കരമാണ്. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം വെജിറ്റബിൾ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നോയമ്പെടുത്ത് പിന്നെ 10ഉം 18ഉം 19ഉം ഭയങ്കര ഇതായിരിക്കും. 16 മുതൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ കുടുംബപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ആ നോയമ്പെടുക്കുന്നത്. ഓരോന്നെടുത്ത് ഓരോ ഘട്ടങ്ങൾ കയറി വരുമ്പോൾ വളരെ വ്യത്യാസങ്ങൾ നമ്മുടെ ബിസിനസ്സിനകത്ത്, തൊഴിലിനകത്ത് എല്ലാം നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കരമായിരിക്കുന്ന മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. എന്ത് കൊടുത്താലും ആഞ്ജനേയ സ്വാമിക്ക് ഒരു തുളസിയില സമർപ്പിക്കുക, അതിൽ കൊടുക്കുക. ഇനി വിളക്കത്ത് കുറച്ച് തുളസിയില പറിച്ച് ഉള്ളിയെടുത്ത് സമർപ്പിച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നത് രാവിലെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധവുമുണ്ട്, വൈകുന്നേരങ്ങളിൽ അല്ല. കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ഉടുത്ത് വന്ന് ആ വിളക്കത്ത് തന്നെ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുന്ന ഒരു നീലാഞ്ജനമായിട്ട് വേണമെങ്കിലും നടത്താം. അതിനും കുഴപ്പമില്ല. അത് വീട്ടിൽ നടത്തുന്നത് കൊണ്ട് ഒരു ദോഷങ്ങളും ഇല്ല എന്നുള്ളതും കൂടെയാണ്. അങ്ങനെയുള്ള സംശയം ഉള്ളവർക്ക് അത് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ആ സംശയം നിവാരണം
ഇതിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിച്ചു കൊടുക്കുന്നു.